ഹായ് ഗൈസ്, നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ആര്യ ബഡായി നടത്തിയിട്ടുള്ളൊരു അഭിപ്രായ പ്രകടനമാണ്. ഇത് കേട്ടിട്ട് പെട്ടെന്ന് അവരെ തെറിവിളിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. ബട്ട് അതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളോട് കണ്ടതിന് ശേഷം നിങ്ങൾ ആത്മാർത്ഥമായ അഭിപ്രായം നിങ്ങൾ പങ്കുവയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞെട്ടിപ്പോകുന്ന കാര്യമാണ്. വേറൊന്നുമല്ല, കൈരൻ്റെ മുത്തമ്മ കാലകത്തി വെച്ചപ്പം കരിപിടിച്ച തത്തമ്മ അതെല്ലാം ഇപ്പോൾ വഴിയെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒന്ന് രണ്ട് പേര് 2-3 സ്ഥലത്ത് നിന്ന് ജനങ്ങൾ ആട്ടി ഓട്ടിക്കുന്ന കാഴ്ച ഇതിനകത്ത് വീഡിയോ ഞാൻ ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആര്യ ബഡായി പറഞ്ഞേക്കുന്നത് ഇതാണ്: ഇത്തരം ആളുകളെ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ മുടക്കി പരിപാടി ചെയ്യാൻ എല്ലാവർക്കും വലിയ ഉത്സാഹമാണ്. എന്നാൽ കഷ്ടപ്പെട്ട് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് 100 രൂപ ചോദിച്ചാൽ ആർട്ടിസ്റ്റിന് 100 രൂപ ചോദിച്ചാൽ അപ്പോൾ ദാരിദ്ര്യം പറയും. പിന്നെ അവരെ ഒരു പരിപാടിക്ക് വിളിക്കുകയുമില്ല. കഷ്ടം തന്നെ. ഓക്കെ, അതായത് ആര്യ ബഡായി അവരുടെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞതാണ്. അതായത് നമ്മുടെ നിലവിൽ ആർട്ടിസ്റ്റുകൾ അഥവാ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റുകളെ അംഗീകരിക്കാതിരിക്കുകയും എന്നാൽ ഈ പറയുന്ന കോലാഹലങ്ങൾ കാണിച്ചിട്ട് വലിയ ഫാൻ ബേസിന്റെ ഇതിന് മാത്രം ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് പോകുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ എതിരഭിപ്രായം ഉണ്ടാവാം, താല്പര്യക്കുറവുണ്ടാവാം, ഈ പറയുന്ന കാര്യത്തിനോട് യോജിക്കാതെ ഇരിക്കാം. പക്ഷേ ഇനി ഞാൻ നിങ്ങളെ 1-2 കാര്യങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങൾ പറയുക, അത് ആത്മാർത്ഥമായിട്ട് കമൻറ്റ് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞ ദിവസം ഡബ്സി അദ്ദേഹം നമ്മുടെ ദമാമില് നടത്തിയ ഒരു പ്രോഗ്രാമിന്റെ ഇത് കാണിച്ചു തരാം. എന്താ കാണിക്കുന്നു എന്നുള്ള കാര്യം അധികം കാണുക. മലബാർ മലബാർ കൽപ്പാണ് മലബാർ. ഈ മലബാർ എന്നുള്ള സംഭവം കേൾക്കുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കേൾക്കുന്ന ആൾക്കാർ ഇദ്ദേഹത്തിനെ പോടാ നിർത്തറ എന്നുള്ള രീതിയിലാണ് പോടാ നിർത്തറ എന്നുള്ള രീതിയിൽ പുള്ളി അങ്ങ് ആക്ഷേപിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ പുള്ളി എനിക്ക് ഡബ്സിയോട് എനിക്ക് പുള്ളിയുടെ പാട്ടുകൾ, നമ്മുടെ ഈ കുറച്ച് പാട്ടുകളൊക്കെ കേട്ടതിനകത്ത് ഒരു പുതുമ, ഒരു മലബാർ ടച്ചിലുള്ള ഒരു റാപ്പർ എന്നാണ് അദ്ദേഹം പറയുന്നത്. റാപ്പ് ശരിക്കും പറഞ്ഞാൽ ഇതാണോ എന്നുള്ള കാര്യം, റാപ്പ് ശരിക്കുള്ള റാപ്പ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മലയാളത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട റാപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരാളാണ് ഇപ്പം ഫെജോ, പിന്നെ വേടൻ, അങ്ങനെ കുറേ ആൾക്കാരൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അദ്ദേഹത്തിന് ഇഷ്ടമല്ലെന്നല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ചേഷ്ടകളും മറ്റുള്ള പരിപാടികളും ഈ സ്റ്റേജിൽ കയറിയുന്നുണ്ട് കാണിക്കുന്ന ഈ പറയുന്ന പരിപാടികൾ എന്ന് വെച്ചാൽ എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മൈനസ് ഇട്ടിട്ട്, അതായത് നമ്മുടെ ട്രാക്ക് ഇട്ടിട്ട് അയാളുടെ സ്വന്തം പാട്ടിട്ടിട്ട് ചുണ്ടനൊക്കെ മാത്രം ചെയ്യുന്നൊരു കാര്യം. ഇപ്പം ഭയങ്കരമായിട്ട് വലിയ സെലിബ്രിറ്റീസ് ഒക്കെ അടക്കം അതാണ്. എന്നിട്ട് ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് ഇവരെ കൊണ്ടുവന്നിട്ട് ഇവർ ഈ പറഞ്ഞാണെങ്കിൽ സ്റ്റേജിൽ കൊണ്ടൊരു താരപരിവേഷം, അത്രേ ഉള്ളൂ, അതിനെ ഉപയോഗിക്കുന്നു, വിടുന്നു. എന്നാലോ പുള്ളി അതിനുശേഷം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പാട്ടൊക്കെ പാടിയിട്ട് പോകണ്ടേ, അതിനുശേഷം കാണിക്കുന്ന ഈ ടാബ്ലോ, മോണോ ആക്ട്, ഈ ഓവർ ഷോ ഓഫ്, ഇതൊക്കെ എന്തുവാണ് ഇത്? ഈ നമ്മുടെ എന്താണ് വെള്ളാട്ട് കോപ്പറോ ഈ ഏതാണ് തേന്മാവിൻ കുമ്പത്തൊരു കഥാപാത്രം ഉണ്ടല്ലോ, ജഗദീഷ് ശ്രീകുമാർ, ഈ ഇങ്ങനെ രാത്രി ഓടുന്ന ആ പേരറിയാന്നുള്ളൊരു കമന്റ് ചെയ്യേ. അതുപോലെ തോന്നുന്നു പുള്ളി ഇപ്പൊ ഇങ്ങനെ കണ്ടിട്ട്. ഓർഡർ നോക്കി ഓർഡർ ബോധം ഇല്ലയോ എന്തോ ഓർഡർ നിർത്തറ ഓർഡർ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണെന്ന് ഓർക്കണം. അവിടെ ലൈവ് കാണുന്നവരാണ്, നമ്മൾ ആരും സൗണ്ട് കേട്ടൊന്നുമില്ല. അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ദമാമി നടന്നാണ്. ഇനി അടുത്ത് സൗദിയില് ഇതെന്തുവാടേ? പുള്ളിക്ക് എന്താ പറ്റിയേ? സാധാരണ നമ്മൾ പുഷപ്പ് എടുക്കുമ്പോഴും നമ്മുടെ ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോഴും അല്ലേ, നമ്മൾ അങ്ങനെ സംഭവങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. ഇത് ഡബ്സി ഇതിപ്പോൾ എന്ത് കാണിച്ചിട്ടാണ് ഇങ്ങനെ എന്നിട്ട് ഭയങ്കര ആക്രോശ ശബ്ദം പുറത്തു വിടുന്നത്? പാട്ടാണോ ഉദ്ദേശിക്കുന്നത്? ഇത് പാട്ടാണോ? മലബാർ എന്ന് പറഞ്ഞ നിങ്ങൾക്ക് ആർക്കും തിരിയാത്ത സാധനമാണ്. മലബാർ എന്നുള്ള കാര്യം ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കും അറിയത്തില്ല. മലബാർ എന്ന കാര്യം അറിയുന്ന ഒരേ ഒരാൾ ഡബ്സി മാത്രമാണ്. പുള്ളിക്ക് അറിയൂ മലബാർ എന്താണെന്ന്. ആൾക്കാർ അറിയാത്തവർ കേട്ട് മനസ്സിലായിക്കോ. സൈഡിലും കെടുക്കാൻ കഴിയില്ല. എന്തുവാണ് ഇത്? എനിക്ക് ആക്ച്വലി അറിയത്തില്ല. ഒരുപാട് ആരോപണങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ, പുള്ളിയുടെ കാര്യത്തെക്കുറിച്ച്, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് ശരിയൊന്നുമല്ല. പക്ഷേ ഈ നിപ്പം ഈ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് പുള്ളി ഒരു കോൺഷ്യസ് സ്റ്റേറ്റിലാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല.
എന്തുവാണ് ഇത്? ആക്ച്വലി പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇത് കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്ത്. ഉമ്മി ഉമ്മി ഉമ്മ 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 എന്നാണോ അമ്മ എന്താ പറയുന്നേ? മലബാർ. മലബാർ. ഓക്കെ, പാട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകണമെന്ന് ഇപ്പോൾ വാമപ്പ് ചെയ്യാണെന്ന് തോന്നുന്നു. എന്താ സംഭവം എന്ന് കണ്ടവർ കേട്ടവരും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായവരുണ്ടെങ്കിൽ ദയവായി അറിയിക്കുക. ഇനി അടുത്ത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ഇപ്പം കയ്യിലെൻ്റെ മുത്തമ്മ കാലകൾ ദുനിയാവിലാരാണ്ട ഞമ്മക്ക് പെരിയോൻ ഞാനാണ് മുത്തോന് താഹിറത്തിലായിരത്തിലൊരുവനായി ഞാൻ പകർ എന്ന് പറഞ്ഞിട്ട് ബേബി ജി പുള്ളിക്കാരനൊക്കെ നാട്ടുകാർ കണ്ടം വഴി ഓടിക്കുന്ന കാഴ്ച. അതായത് ഒരു പ്രോഗ്രാമിന് പോയിട്ട് ഒരു പാട്ട് പോലും നേരവണ്ണം പാടാതെ 6 ലക്ഷം രൂപയും വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് മുങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിന് നാട്ടുകാരെ അവിടെ പിടിച്ച് നിർത്തിയിരിക്കുക, കമ്മിറ്റിക്കാരടക്കം. കള്ളും കുടിച്ച് MDMA അടിച്ച് ഫിറ്റായിട്ട് സ്റ്റേജിൽ കയറിയിട്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഈ കേൾക്കുന്നത്? ഞാൻ സത്യം പറയാമല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ അധികം ഗാനമേള ട്രൂപ്പുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടാവും, എങ്കിലും നമ്മുടെ ഈ പാലാ കമ്മ്യൂണിക്കേഷൻ്റെയൊക്കെ ഗാനമേള വളരെ ഫേവറേറ്റ് ആണ്. ഞാൻ ആ ഒരു ട്രൂപ്പിൻ്റെ നമ്മുടെ ഒരു അമ്പലത്തിൽ നടന്നൊരു ഉത്സവത്തിൽ എനിക്ക് പാടാനുള്ള അവസരവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പറയുന്നതല്ല, അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ ഗാനമേളയൊക്കെ കാണണം. ശരിക്കും ഒരു ഒറിജിനലായിട്ട് അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓർക്കസ്ട്രേഷനൊക്കെ വെച്ചുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗാനമേളാസ്, കഴിവുള്ള ഗായകർ വന്ന് പാടുന്നൊരു കാര്യം. സോ ഓക്കെ, നമ്മളിപ്പം അടിപൊളി പാട്ടുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണം, എങ്കിലും എന്തുമാത്രം നല്ല നല്ല ട്രൂപ്പുകൾ, നല്ല കഴിവുറ്റ മികച്ച ഗായകർ. പക്ഷേ ഇവരൊക്കെ സിനിമയിൽ കുറച്ച് പാട്ട് പാടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവരെന്ത് കോപ്രായം വന്ന് കാണിച്ചാലും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ളൊരു കാര്യവും, അവർക്ക് തോന്നിയതുപോലെ തോന്നിയവാസം വന്ന് അവിടെ കാണിച്ചിട്ട് പോയി ആ ഷോ ഓഫ് എല്ലാം കണ്ട് കൈയടിക്കണം എന്നുള്ളൊരു ഒരവസ്ഥ വല്ലാത്തൊരു കഷ്ടമാണ് കേട്ടോ. സീരിയസ്ലി പറയാതിരിക്കാൻ നിർത്തിയില്ല. 6 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഒരു പാട്ട് പോലും നേരെ പാടിയിട്ടില്ല നമ്മുടെ കരി പിടിച്ച തത്തമ്മ പാടിയ ടീം. മനസ്സിലായി? എന്നിട്ട് കാറിൻ്റെ അകത്ത് നിന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തടഞ്ഞു നിർത്തിയിരിക്കും എല്ലാവരും കൂടെ. ജനങ്ങൾ അളയിരിക്കുക. ആലോചിച്ച് നോക്ക്, അവരുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങിയിട്ട് പാട്ട് പാടാൻ വേണ്ടിയിട്ട് വന്നിട്ട് പൈസയും വാങ്ങിച്ചിട്ട് ആ ഒരേ ഒരു പാട്ട് നേരാവണ്ണം പാടാതെ ആ പുള്ളി തിരിച്ചു പോയിരിക്കുകയാണ്. എന്തുവാണ് ഇത്? സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിളിക്കുന്ന ആൾക്കാർക്കാണ് ആദ്യം പിടിച്ച് കാര്യം മനസ്സിലാക്കി തരാൻ. ആസ്വാദനമാണ്, കലയാണ്. ഇപ്പം ഒരു ഒറിജിനൽ പാട്ട് അതേ രീതിയിൽ തന്നെ ഒരാൾ വന്ന് സ്റ്റേജിൽ പാടുന്നതും അത് കേൾക്കാനുള്ള ആസ്വാദകർ കൂടുന്നതും ഇവരെ പോലുള്ള ആൾക്കാർ പുതിയ ന്യൂജൻ ആൾക്കാരുടെ ഹരമായിട്ട് മാറുന്നതിലും തെറ്റൊന്നുമില്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പണ്ട് ഇതിനൊക്കെ കുറെ കാലങ്ങൾക്ക് മുമ്പ് MJ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ആരാണെന്നറിയാമല്ലോ? ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലത്ത് ഈ ലോകത്തിനെ ഭരിച്ചൊരു ചക്രവർത്തി. ആ ഒരു ചക്രവർത്തിയുടെ സ്ഥാനത്തേക്ക് ഇന്ന് ആരും വന്നില്ല, മൈക്കിൾ ജാക്സൺ. ആ കാലഘട്ടത്തിലൊക്കെ ജീവിക്കാൻ പറ്റിയൊരു മഹാഭാഗ്യമായിട്ടൊക്കെയാണ് ഞാൻ കാണുന്നത്. സോ ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഇത്രയും വലിയ ഉയർച്ചയിൽ നിന്നിട്ട് പോലും എങ്ങനെയായിരുന്നു ഡൗൺ ടു എർത്ത് ആയിട്ട് ആൾക്കാരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. എന്തുവാണ് അയാളെ പറയുമ്പോൾ തന്നെ മനസ്സിനകത്തൊരു വിഷമമാണ്, ഒരു കണ്ണീരാണ് മൈക്കിൾ ജാക്സൺ. ഇപ്പം ഈ പറഞ്ഞ ചെറിയ രീതിയിൽ ഒന്ന് തലയെടുത്ത് വരുന്ന ഉടനെ തന്നെ ഒടുക്കത്തെ അഹങ്കാരവും വലിയ ജാടയും അതുപോലെ തന്നെ ഒടുക്കത്തെ പൈസയും വാങ്ങിച്ചിട്ട് ആൾക്കാരൊന്ന് വാങ്ങിയിട്ട് എന്നാ പണി ചെയ്യുമോ? ആ പണിയും ചെയ്യത്തില്ല. ഡബ്സി ആണെങ്കിലും ശരി, ഇതാ ഇപ്പം ഈ പുള്ളി നമ്മുടെ ബേബി ജീൻ. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെയാണ് സംഭവം നടന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ തുടക്കത്തിൽ ഞാൻ ആര്യ ബഡായിയുടെ ആ ഒരു ഇത് പറഞ്ഞതുമായിട്ട് നിങ്ങൾ ഇപ്പോൾ യോജിച്ച് നോക്കൂ. ഇപ്പം നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ആര്യ ബഡായി പറഞ്ഞതുമായിട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ആര്യ ബഡായി ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പോലെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. ഇവരുടെ എന്ത് കണ്ടിട്ടാണ് ഇവരുടെ ഈ ഒരു പാട്ട് ആൾക്കാർ ബുക്ക് ചെയ്യുന്നത്? വേറെ ഒന്നുമല്ല, ആൾക്കാർ ബുക്ക് ചെയ്യുന്നതിന്റെ കാരണം ഇവരുടെ ആ ഒരു താരം സിനിമയിൽ പാടിയ ആൾക്കാർ, അവർ പാടിയ പാട്ടുകൾ കുറെ ഹിറ്റാണ്. അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരുമ്പോഴേക്കും യുവാക്കളടക്കം പല ആൾക്കാരും തടിച്ചുകൂടും. എന്താണോ ആഘോഷം, ഇവർ വരുന്നു, ഇന്ന ആൾ വരുന്നു എന്നുള്ളൊരു കാര്യം. ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ, അദ്ദേഹത്തിന്റെ ഇനാഗുറേഷൻ എന്തോ മറ്റേ കുംഭമേളയ്ക്ക് ഉണ്ടാ ഒരു പെൺകുട്ടിയെ, മൊണാലിസയോ ലിസ അല്ലേ, ആ കുട്ടിയെ കൊണ്ടുവരുന്നു. ആക്ച്വലി മനസ്സിലാക്കണം, കഴിവുള്ളതും മറ്റൊരു എന്തെങ്കിലും പരിഗണിക്കപ്പെടേണ്ടതായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരികയും അവരെ ഇതാക്കി ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത് നല്ലതായിരിക്കും. ഈ നമ്മുടെ ഡബ്സി ആണെങ്കിലും സ്റ്റേജിൽ വന്നിട്ട് കാണിക്കുന്നത് ഓക്കെ. ഞാൻ ഈ ഫെജോയുടെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ വേടൻ്റെ പ്രോഗ്രാം. എടി ഓക്കെ, കുറേ അധികം കാര്യങ്ങളുടെ അകത്ത് ഇവരുടെ ചില കാര്യങ്ങളൊക്കെ ഇപ്പം പഴയ ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലായിരിക്കാം. എങ്കിലും ആ വൈബ് വേറെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവം വേറെ ഒന്നല്ല. അല്ലാതെ ഇത് ഇവർ മോശമാണെന്നല്ല പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഒന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ വാങ്ങി ആ ജോലി ചെയ്തിട്ട് പോവുക. രണ്ട്, ഈ അവരെ വിശ്വസിച്ച് വന്ന പ്രേക്ഷകരെ അവരൊരിക്കലും വിഷമിപ്പിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇത് ഭയങ്കര മോശമായിപ്പോയി എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ ഡബ്സിയുടെയോ അല്ലെങ്കിൽ ഈ ബേബി ജി എന്ന് പറഞ്ഞ ആളുടെയൊക്കെ ഏതെങ്കിലും എന്താ പറയുക ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. ചിലപ്പോൾ എന്നോട് ദേഷ്യമാണെങ്കിൽ നിങ്ങൾക്ക് അത് പ്രകടിപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാനും എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. ബട്ട് ഇത് ഒരിക്കലും ഒരു ഒരു സംഗീതത്തിന് ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയിലും ഒരു സംഗീത വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്കും ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. സോ ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ചെയ്യപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണുന്നത്.